സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഗൂഗിൾ പിക്സൽ 10 ഉണ്ട്. സോ നമ്മൾ ഇതിന്റെ അൺബോക്സിങ്ങും ഇതിന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോണേ. ഇതെങ്ങനെ ക്വാളിറ്റി എല്ലാം നമുക്ക് നോക്കാം. സോ അതല്ലാതെ തന്നെ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് വന്ന് 80,000 ആണ് ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ്. സോ ഓൺലൈനിലും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പല വെറൈറ്റി കളേഴ്സിലുണ്ട്. ഇത് ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു ബ്ലൂ കളർ ടോണാണ് ഇതിന് വരുന്നത്. നമുക്ക് നോക്കാം ഇതിന്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ്, ഇതിന്റെ പ്രോസസ്സർ ഏതാണ്, ഡിസ്പ്ലേ എന്താണ് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഒരു സ്ലൈഡിങ് കവറാണ് വരുന്നത്. സോ അതിനുശേഷം ഒരു കച്ചി പേപ്പർ, നമ്മൾ പണ്ട് എഴുതാൻ യൂസ് ചെയ്യുന്ന കച്ചി പേപ്പറിൻ്റെ ഒരു കാർഡ്ബോർഡ് ബോക്സ്, അതാണ് വരുന്നത്. സോ അതിൻ്റെ പാക്കേജിങ് എല്ലാം അടിപൊളിയാണ്. ജസ്റ്റ് ഗൂഗിൾ ഫോണിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഗൂഗിളിൻ്റെ ബ്രാൻഡിങ് പ്ലസ് രണ്ട് സൈഡിലായിട്ട് ഗൂഗിൾ പിക്സൽ എന്ന് എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഉള്ളിൽ ഒരു ഫോൺ വരുന്നുണ്ട്. സെയിം ഞാൻ പറഞ്ഞ തന്നെ ബ്ലൂ കളർ ഫോണ്. കൂട്ടത്തിൽ ഒരു കേബിള്, C2C ആണ് കേബിള് വരുന്നത്. സോ ഇതിനകത്തൊരു പൗച്ച് കൊടുത്തിട്ടുണ്ട്. പൗച്ചിനകത്ത് വരുന്നത് ഒരു സിം റിമൂവർ, അതേപോലെ തന്നെ യൂസർ മാനുവൽ, അത്രയേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത്. നോർമലി ഇപ്പോൾ വരുന്ന എല്ലാ പ്രോഡക്ട്സിനകത്തും നമുക്കിപ്പോൾ അഡാപ്റ്റേഴ്സ് വരാറില്ല ചില മോഡലുകളിൽ. സോ അതേപോലെ തന്നെ ആപ്പിളിനെ പോലെ തന്നെ ഗൂഗിളും അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അഡാപ്റ്റർ ഇല്ല എന്ന് പറഞ്ഞിട്ട്. സോ അത് കാരണം ഇതിൽ അഡാപ്റ്റർ വരുന്നില്ല. അഡാപ്റ്റർ നിങ്ങൾക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ അറൗണ്ട് 3,000 റുപ്പീസ് ആവും. സോ ജെന്യുവൻ പ്രോഡക്ട്സിൻ്റെ ഏത് അഡാപ്റ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നോർമലി ഇതിന് വരുന്നത് 34 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് വരുന്നത്. സോ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് ഗൂഗിൾ ടെൻസർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് വരുന്നത്, G5. സോ ഡിസ്പ്ലേ വന്ന് അപ്രോക്സിമേറ്റ്ലി 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി വളരെ അടിപൊളി ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. നമുക്ക് ഈ ഫസ്റ്റ് പ്രോഡക്റ്റിലേക്ക് പോവാം. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡാപ്റ്റർ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ 3,000 രൂപ കൊടുത്ത് ഇതിൻ്റെ തന്നെ ഒറിജിനൽ അഡാപ്റ്റർ വാങ്ങിക്കാൻ പറ്റും. സോ മേക്ക് ഷുവർ ഇതിൻ്റെ അഡാപ്റ്ററിൻ്റെ വോട്ട്സ് വന്നിട്ട് 34 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് മാഗ്നറ്റിക് ചാർജിങ്ങും ഇത് രണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഫോണിൽ. സോ നമുക്ക് ഫോണിലേക്ക് പോവാം. പാക്കേജിങ് എല്ലാം അടിപൊളിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. കവറിങ് സെയിം എല്ലാ ഫോണിലും കവർ ചെയ്തേക്കുന്ന പോലെ കവറിങ് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഇത് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണ് നമുക്ക് വെളിയിലെടുക്കാൻ പറ്റും. വളരെ സ്ലീക്ക് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡിൽ ഗ്ലാസ്സാണ് വരുന്നത്, സൈഡിൽ അലൂമിനിയത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് സെയിം ഐഫോണിൻ്റെ ഡിസൈൻ പോലെ തന്നെ സൈഡിൽ റബ്ബറിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് നെറ്റ്വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ടോട്ടൽ 3 ക്യാമറയാണ് വരുന്നത്. 2 നോർമലും 1 ടെലസ്കോപ്പിക് ക്യാമറയാണ് വരുന്നത്. നോർമൽ സ്ക്രാച്ച് റെസിസ്റ്റൻ്റുള്ള ഇതിൽ തന്നെ ഉണ്ട്. ബട്ട് ബെറ്റർ ടു യൂസ് സേഫ്റ്റി സ്ക്രീൻ ഗാർഡ് ആക്കുന്നതായിരിക്കും ബെറ്റർ. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ കേസും യൂസ് ചെയ്യാം. ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മറ്റു ഫോണുകളിൽ നിന്നും ഇതിൻ്റെ ക്യാമറ കുറച്ച് ബൾക്കിയാണ്, കുറച്ച് മേളിലോട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഇച്ചിരി വെളിയിലോട്ട് സ്ലൈഡ് ചെയ്ത് ഇരിപ്പുണ്ട്. സോ അത് നല്ലൊരു കേസ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്യുന്നൊരു കേസ് ഇട്ടാൽ മാത്രമേ അതിനൊരു സേഫ്റ്റി ഉള്ളൂ. സോ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് തന്നെ പിന്ന് മേളിലാണ് വരുന്നത്. നമ്മൾ സിം ഇജക്റ്റ് ചെയ്യാനുള്ള പിൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അത് സിം ഇവിടെ ആയിരുന്നു. സൈഡിൽ ടോട്ടൽ 2 ബട്ടൺസ് ഉണ്ട്. ഒന്ന് പവർ, പ്ലസ് ആൻഡ് മൈനസ് വോളിയം ബട്ടൺ. സോ വേറെ ബട്ടൺസ് ഒന്നുമില്ല. താഴെ 2 സ്പീക്കർ വരുന്നുണ്ട്, സിയുടെ ചാർജിങ് കേസ്, പ്ലസ് മൈക്കിനുള്ളൊരു ഓപ്ഷൻ മേളിൽ. ഇയർ പീസ് വലിയൊരു വൈഡ് ഇയർ പീസ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. നല്ല വിട്ട് വരുന്നുണ്ട് ഇയർ പീസിൽ. സോ നല്ല കോമ്പാക്റ്റ് ആണ്. സോ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ iPhone 17 സെയിം ഡിസ്പ്ലേ സ്ക്രീൻ സൈസ് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് ഫോണ് ഓൺ ചെയ്ത് നോക്കാം. സോ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഗൂഗിളിൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ലോഡാവുന്നു. സോ ലോഡിങ് ടൈം ഇച്ചിരി കൂട്ടാം എന്ന് തോന്നുന്നു. ആൻഡ്രോയിഡിൻ്റെ ബാഡ്ജിങ് വന്നു. സോ ഓപ്പൺ ചെയ്യുമ്പോഴേ ഫോണിൻ്റെ വാൾപേപ്പർ വന്നിരിക്കുന്നു. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇൻബിൽറ്റ് ജെമിനായി വരുന്നുണ്ട് ഫോണിന്. ഡിസ്പ്ലേ ക്വാളിറ്റിയും അടിപൊളി തന്നെ. നോർമലി റിഫ്രഷ് റേറ്റ് വരുന്നത് 125 ആണ് ഡിസ്പ്ലേ റേറ്റ് വരുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിന് വരുന്നുണ്ട്. ഡിസ്പ്ലേ ഫുൾ ഇത്രയും നമുക്ക് ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ OS ഏതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇതിലെന്താ കാണിച്ചേക്കുന്നുള്ളത്.
സോ ഇതിൻ്റെ ഗൂഗിളിൻ്റെ OS ആണ് ഇതിന് വരുന്നത്. അറൗണ്ട് 7 ഇയേഴ്സിലേക്ക് നമുക്ക് സെക്യൂരിറ്റി ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഗൂഗിൾ പിക്സൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒബിയസ്ലി നല്ലൊരു കാര്യമാണത്. സോ കമ്പാരിറ്റീവ്ലി മറ്റേ ആൻഡ്രോയിഡിനെക്കാട്ടിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗൂഗിളിൻ്റെ OS ആയിരിക്കും ആൻഡ്രോയിഡിൽ, ബിക്കോസ് ഇറ്റ് ഈസ് വെരി കോമ്പാക്ട്. സോ സോഫ്റ്റ്വെയർ വളരെ നല്ല സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിന് വരുന്നത്. സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ് ആണ്. ഡേറ്റ് വന്നിട്ട് 5 നവംബർ 2025 ആണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അപ് ടു ഡേറ്റ് എന്ന് കാണിച്ചാൽ നെക്സ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ ഐ തിങ്ക് ഫോണിനെ കുറിച്ച് എല്ലാം കവർ ചെയ്തു എന്നാണ് തോന്നുന്നത്. ഇനി ഞാൻ കവർ ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. സോ ഇതിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു മൊത്തം 3 ക്യാമറയാണ് വരുന്നതെന്ന് പറഞ്ഞു. ഒന്ന് 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ, വേറെണ്ണം 13 മെഗാ പിക്സൽ ക്യാമറ, ആൻഡ് ഫ്രണ്ടിൽ മാത്രം 10 മെഗാ പിക്സലിൻ്റെ ചെറിയൊരു ക്യാമറയാണ് വരുന്നത്, സെൽഫി ക്യാമറ വരുന്നത്. സോ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെലിസ്കോപ്പിക് ക്യാമറയാണ്. 5x സൂമിങ് കപ്പാസിറ്റി ഉണ്ട് ടെലിസ്കോപ്പിക് ക്യാമറയ്ക്ക്. യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പ്രോഡക്റ്റ്. സോ നമുക്ക് ഇതിനെക്കുറിച്ച് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും ചെറിയ ബാക്കിയെല്ലാം നമുക്ക് കുഴപ്പമില്ല. കാരണം ഇത് നോക്കൂ, 120 Hz എന്ന് പറയുമ്പോഴേ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇത് എങ്ങനെയുണ്ട്, സ്മൂത്താണോ അല്ല എന്നുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ സ്ക്രീനിൻ്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 4970 മെഗാംസ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. സോ നോർമൽ യൂസിനെല്ലാം നമുക്ക് ഡേ ടു ഡേ യൂസിന് ഇത് കുഴപ്പമില്ല. സോ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് നമ്മുടെ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് ഗൊറില്ല ഗ്ലാസ് ആണ് വരുന്നത്, വെക്ടർ 2 എന്ന് പറയുന്നൊരു ഇതിൽ. സോ അതേപോലെ തന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻ്റാണ് വരുന്നത്. നമ്മുടെ സാധാ ഫോണുകളിലൊക്കെ ഇയർ പീസിനകത്ത് ഡസ്റ്റ് കയറിപ്പോകും, പക്ഷേ ആ ഇയർ പീസ് അത്രയും മൈന്യൂട്ടാണ്. സ്ക്രീനിനും ബോഡിക്കും ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പിലാണ് ഇയർ പീസ് ഇരിക്കുന്നത്. സോ അത് കാരണം ഡസ്റ്റോട് ഉള്ളിൽ പോകാൻ വളരെ കുറവായിരിക്കും. പിന്നെ ഓൾറെഡി താഴെ 2 ഇത് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, പ്ലസ് ഒരു C ചാർജിങ് കണക്ഷനുള്ള ഓപ്ഷനും. ഇതിനുള്ളിൽ ഓൾറെഡി മെഷ് കൊടുത്തേക്കുന്ന കാരണം ഉള്ളിലോട്ട് ഡസ്റ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്, ബട്ട് ഫോണിനുള്ളിലേക്ക് കയറില്ല. സോ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിൻ്റെ ബോഡി അലൂമിനിയം ബോഡിയാണ്, ബാക്ക് സൈഡ് ഗ്ലാസ് ആണ്. സോ വളരെ കെയർഫുൾ ഹാൻഡ്ലിങ് ആയിരിക്കണം. ആകെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡിയിലെ ചെറിയൊരു ബൾജിങ് ആണ് ക്യാമറ. സോ ഇപ്പോൾ എല്ലാ വരുന്ന മോഡൽസും ഇതേപോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കേസ് ഇടുമ്പോൾ അത് സൂക്ഷിച്ചുള്ള അതുപോലുള്ള കേസുകൾ യൂസ് ചെയ്യുക. അപ്പം സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ പറ്റും. ബാക്ക് സൈഡിൽ ഒരു സെൻസറും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു മൈക്കും കൊടുത്തിട്ടുണ്ട്. മേളിലും അതേപോലെ തന്നെ ഒരു മൈക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, താഴെ മൈക്കും കാര്യങ്ങളായിട്ടൊന്നുമില്ല. സോ ഫ്രണ്ട് ക്യാമറ ഓൾറെഡി ഞാൻ പറഞ്ഞു 10.5 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഇതിന് വരുന്നത്. അലുമിനിയം ബോഡി ആയതുകൊണ്ട് തന്നെ ഡിസൈനും വളരെ സ്മൂത്താണ്, ഹാൻഡ്ലിങ്ങും വെയ്റ്റ്ലെസ്സും ആണ്, ഹാൻഡ്ലിങ് നന്നായിരിക്കും. സോ ഇതൊന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ഒരു വീഡിയോ കൂടെ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് പ്രോഡക്റ്റ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.